ഓർഡർ ചോദ്യം നമ്പർ 241. ബഹുമാനപ്പെട്ട ശ്രീ സി ദിവാകരൻ, പൊതുമരാമത്തും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, എയുടെ മറുപടി. പ്രധാന ദേശീയപാതകളായ NH-17, NH-47, മറ്റ് ദേശീയപാതകളായ NH-49, NH-208, NH-212, NH-213, NH-220, NH-183, NH-185 എന്നിവയാണ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബി, NH-17, NH-47 എന്നിവ 45 മീറ്റർ വീതിയിലും മറ്റ് ദേശീയപാതകൾ കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പേരുടെ ഷോൾഡറോട് കൂടിയ 2 വരിപ്പാതകളായി 18 മീറ്റർ വീതിയിലുമാണ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ NH-47 വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയും തൃശ്ശൂർ മുതൽ അരൂർ വരെയുമുള്ള ഭാഗങ്ങൾ 4 വരിപ്പാതയായി വികസിപ്പിച്ചിട്ടുണ്ട്. വടക്കഞ്ചേരി മുതൽ തൃശ്ശൂർ വരെയും കഴക്കൂട്ടം മുതൽ തമിഴ്നാട് അതിർത്തി വരെയുമുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അലൈൻമെൻറ്റിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന് കർണാടക അതിർത്തി മുതൽ വെങ്ങളം വരെയുള്ള ഭാഗത്തെ DPR പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. വെങ്ങളം മുതൽ ഇടപ്പള്ളി വരെയും ചേർത്തല മുതൽ കഴക്കൂട്ടം വരെയുമുള്ള ഭാഗത്തിൻ്റെ DPR കൺസൾട്ടൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റ് ദേശീയപാതകൾ NH-49, 208, 212, 213, 220, 183, 185 എന്നിവ പേരുടെ ഷോൾഡറോട് കൂടിയ 2 വരിപ്പാതയായി വികസിപ്പിക്കാനുള്ള DPR ഘട്ടം ഘട്ടമായി കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പൊതുമരാമത്ത് വഴി നടപ്പിലാക്കി വരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ മാർഗനിർദ്ദേശമാണ് ഇതിനടിസ്ഥാനം. സി, ദേശീയപാത വികസനത്തിനായി സ്ഥലമേറ്റെടുക്കുമ്പോൾ കേന്ദ്രത്തിൽ നിലവിൽ വന്ന പുതിയ ലാൻഡ് അക്വിസിഷൻ ആക്ട്, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013 പ്രകാരം ആയിരിക്കും. സ്ഥലത്തിൻ്റെ വില നിശ്ചയിക്കുന്നതും മറ്റ് നഷ്ടപരിഹാരം കണക്കാക്കുന്നതും ഇതിന് പ്രകാരമാണ്. ഇതിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമാണ്. സ്ഥലവില നിശ്ചയിക്കുമ്പോൾ അടുത്ത പ്രദേശത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ വിലയുടെ 2 മടങ്ങ് മുതൽ 4 മടങ്ങ് വരെ സ്വദേശം അടക്കമാണ് നൽകുമെന്നാണ് ദേശീയ പാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഡി, ദേശീയപാത വികസനത്തിൻ്റെ പൂർണ്ണമായ ചെലവ് വഹിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. DPR പൂർത്തീകരിച്ചാൽ മാത്രമേ നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ തുക അറിയാൻ കഴിയുള്ളൂ. ശ്രീ സി ദിവാകരൻ. സർ, കേരളത്തിലെ ജനങ്ങളുടെ ഗതാഗതത്തെ സംബന്ധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് സാർ ദേശീയപാതയുടെ പ്രശ്നം. സാർ, ആദ്യമായി ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി അഭിനന്ദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ കുഴിയിലിറങ്ങിയെന്നാണ് ഒരു പത്രം എഴുതിയിരിക്കുന്നത്. ഞാൻ അതുവഴി പോയിരുന്നു. സാർ, ഈ കായംകുളം മുതൽ ചേർത്തല വരെ മനുഷ്യസാധ്യമല്ല റോഡിൽ സഞ്ചരിക്കാൻ. ഇന്നലെ ഞാൻ തിരിച്ചു വന്നപ്പോൾ അങ്ങ് കുഴിയിലിറങ്ങി പരിശോധിച്ചതിൻ്റെ ഗുണങ്ങൾ ഞാൻ കണ്ടു. സാർ, ദേശീയപാത ഇതാണ് ഗതിയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? എൻ്റെ ചോദ്യം സാർ, നമ്മുടെ ഇന്ത്യയിലെ റോഡ് പുരോഗതിയിൽ ദേശീയപാതയിൽ അതിൻ്റെ ശരാശരി എടുത്താൽ കേരളത്തിന് അർഹമായ വികസനം വന്നിട്ടുണ്ടോ സാർ? അതോടൊപ്പം തന്നെ സാർ, അങ്ങയുടെ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയപാതയുടെ പൂർണ്ണ ചെലവ് കേന്ദ്രമാണ് നിർവഹിക്കുന്നത്. ദേശീയപാത വികസനത്തിൻ്റെ പൂർണ്ണമായ ചെലവ് വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സാർ, ഇതിൻ്റെ DPR മാത്രം ആണ് നമ്മുടെ ചുമതല. DPR കൊടുക്കാൻ ഈ കഴക്കൂട്ടം മുതൽ ചേർത്തല വരെയുള്ള ചേർത്തല മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്തിൻ്റെ DPR കൺസൾട്ടൻ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ സാർ 3 പതിറ്റാണ്ടായി ഈ ദേശീയപാത. സാർ, എന്നാണ് സമയബന്ധിതമായി ഇത് തീർക്കാനുള്ള വല്ല നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ പക്കത്തുണ്ടോ? അതിനെപ്പറ്റി ഗവൺമെൻറ് ഗൗരവമായി ആലോചിക്കുന്നുണ്ടോ സാർ? സർ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയപാതയ്ക്ക് ഒരു ദേശീയ നിലവാരമില്ലെന്ന് മാത്രമല്ല, പലയിടത്തും പ്രാദേശിക റോഡിൻ്റെ നിലവാരം പോലും ഇല്ലാതെയാണ് നിർമ്മിച്ചു വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കോൺട്രാക്റ്റ് പീരീഡ് കഴിയാൻ
1.5 വർഷം ഉണ്ടായിട്ട് ആ നിർമ്മാണത്തിലെ തകരാറും അഴിമതിയും കാരണമാണ് ഓച്ചിറ മുതൽ ചേർത്തല സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് വിശദാംശങ്ങളെയും കടക്കുന്നില്ല. ഈ കാര്യത്തിൽ ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയും ഇത് വളരെ ശക്തമായ നിലയിൽ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് നൽകിയാൽ അവരത് അംഗീകരിക്കാറില്ല. അവർ ഉപരിതലം പൂശുന്ന ഒരു പ്രോജക്റ്റ് മാത്രമാണ് തരുന്നത്. അതുതന്നെ വേണ്ടത്ര ഭംഗിയായി ചെയ്യാത്തവർ. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർവ്വകാലത്തിലുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. സർ, ഈയിടെയല്ല ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ച് ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ NH അധികാരികളുണ്ടായിരുന്നു. നല്ലൊരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ NHA പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ അത് കാസർഗോഡ് മുതൽ ഇവിടെ നമ്മുടെ തമിഴ്നാട് അതിർത്തി വരെയുള്ള നമ്മുടെ നാഷണൽ ഹൈവേ 2 വർഷത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സ്ഥലം എടുക്കലടക്കം നമ്മുടെ ഗവൺമെൻറ് ചെയ്തു വരികയാണ്. വകുപ്പ് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ പ്രത്യേക താല്പര്യം, അങ്ങ് ഉദ്ദേശിക്കുന്ന ആ കാര്യത്തേക്ക് എത്തുന്നതിനുള്ള ശരിയായ താല്പര്യമാണ് എടുത്തിട്ടുള്ളത്. 2 വർഷത്തിനുള്ളിൽ ദേശീയപാത ഗതാഗത യോഗ്യമാക്കാനുള്ള ശക്തമായൊരു നീക്കം ഉണ്ടാവണം. ഭൂമി എടുക്കുന്നതിന് കുറച്ച് തർക്കങ്ങളുള്ളതാണ് ഈ ടെൻഡർ നടപടികളിൽ കടക്കാൻ കഴിയാത്തത്. അതായത് ഈ ഓച്ചിറ ചേർത്തല ഭാഗത്തൊക്കെ തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡിസ്ട്രിക്ട് കളക്ടർമാർ സാമർഥ്യപൂർവ്വം ഇടപെടേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ നമുക്കിത് പൂർത്തീകരിക്കാനുള്ള ഒരു നല്ല പരിശ്രമത്തിലേക്ക് കൂട്ടായി നീങ്ങേണ്ടതുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന് അങ്ങനെ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, നമുക്കത് കാത്തിരിക്കാം. 2 വർഷത്തിനകം കേരളത്തിലെ ദേശീയ പാതകളെല്ലാം സഞ്ചാരയോഗ്യമാകുന്നു. മന്ത്രിയുടെ ഉറപ്പ്. സർ, എൻ്റെ രണ്ടാമത്തെ ചോദ്യം, സർ, ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂ ഉടമസ്ഥർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കാലതാമസം വന്ന് കോടതി കയറിയാലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സാർ ഭൂമി സറണ്ടർ ചെയ്യാൻ ആളുകൾ വിസമ്മതിക്കുന്നത്. അതിന് സത്വരമായ നടപടി എടുക്കാമോ സാർ? തീർച്ചയായിട്ടും. അതിപ്പോൾ ദേശീയ പാത അതോറിറ്റി, കേന്ദ്ര അതോറിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് ആ പ്രദേശത്തുണ്ടാകുന്ന വില ഇപ്പോൾ നോക്കിയിട്ട് 2 മടങ്ങ് മുതൽ 4 മടങ്ങ് വരെ നൽകുമെന്നാണ്. അപ്പോൾ വിലയെ സംബന്ധിച്ച് തൃപ്തികരമായ നിലപാട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റെല്ലാ മാനുഷിക പരിഗണനകളും നൽകിക്കൊണ്ട് തന്നെ നമ്മൾ ഇത് നടപ്പാക്കുക എന്നുള്ള ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഭൂമിക്ക് ഇപ്പോൾ ന്യായവില വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം, അതെ ഞാൻ പറയുകയാണ്, എന്തെങ്കിലും പ്രശ്നമുള്ളിടത്ത് നെഗോഷിയേറ്റ് ചെയ്ത വില തീരുമാനിക്കാം. ഡിലേ ഒഴിവാക്കാൻ എല്ലാ നടപടിയും എടുക്കാൻ ഡിസ്ട്രിക്ട് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ശക്തമായി നമ്മൾ നിരീക്ഷിച്ചു വരികയാണ്. ശ്രീമതി എസ് ബിജിമോൾ. സാറ്, അങ്ങ് മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ ഈ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പ്രത്യേകം പ്രശംസനീയമാണ്. സാർ, ഏറ്റവും കുറഞ്ഞത് ഒരു 500 കോടി രൂപയുടെ ലാഭമെങ്കിലും സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ടാകും. കാരണം പ്രധാനമായും മഴവെള്ളം റോഡിലൂടെ ഒഴുകിയാണ് റോഡുകൾ പ്രധാനമായും നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഇടപെടൽ ഒരു മാതൃകാപരം തന്നെയാണ്. പക്ഷെ വേണ്ടത്ര എല്ലാ സ്ഥലങ്ങളിലും തൃപ്തികരമായി എത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ നടത്തിയ ഇടപെടൽ ഒരു മാതൃകാപരം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. സാർ, എൻ്റെ ചോദ്യം, നാഷണൽ ഹൈവേ അതോറിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വേസൈഡ് അമ്യൂണിറ്റി സെൻറ്റർ, അത്തരം വേസൈഡ് അമ്യൂണിറ്റി സെൻറ്റേഴ്സ് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശം അങ്ങയുടെ കയ്യിലുണ്ടോ? നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ ഇനിയും ആവശ്യമാണ്. ശ്രീ കെ വിജയൻ. സർ, ദേശീയപാതയിൽ ഈ മാഹി പാലം അടച്ച സാഹചര്യത്തിൽ എൻ്റെ മണ്ഡലത്തിലെ 3 റോഡുകൾ പാടെ തകർന്നിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ ഓടിയതിനെ തുടർന്ന് ഈ മഴക്കാലമായതുകൊണ്ട് ഇവിടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈ വടകര മേഖലയിൽ ഇപ്പോൾ അളവിനൊക്കെ പോയപ്പോൾ വലിയ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഇരകളായവരുമായി ഒരു സൗഹൃദ ചർച്ച നടത്തി അതിനൊരു പരിഹാരം കാണാൻ ശ്രമം നടത്തുമോ? ഇല്ലെങ്കിൽ നേരത്തെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, അത്തരമൊരു ശ്രമം അനിവാര്യമാണ് എന്നാണ് എൻ്റെ തോന്നൽ. അതിനൊരു നടപടി സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. തീർച്ചയായും ഇതിലെല്ലാം തന്നെ ജില്ലാ കളക്ടർമാർക്കാണ് ജില്ലകളിലെ ചുമതല. അവർ ആ പ്രശ്നം വിളിച്ചുകൂടി ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങ് പറയുന്ന മാഹി പാലവുമായി ബന്ധപ്പെട്ട പ്രശ്നവും അവിടുത്തെ കളക്ടറോട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരം കാണാം. ശ്രീ കെ രാജൻ. സാർ, തൃശ്ശൂർ ജില്ലയിലെ പാലിയക്കരയിൽ ടോൾ പിരിവിൻ്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു പകൽക്കൊള്ളയാണ്. മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള സ്ഥലമാണ് കരാർ കമ്പനി ടോൾ പിരിക്കുന്ന സ്ഥലത്ത് കരാർ കമ്പനി
പണിതിട്ടുള്ളത്. പക്ഷെ അവർ പണം പിരിക്കുന്നത് മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയുള്ള റോഡിന്റെ പേരിലാണ്. ആ ഭീകരമായ പകൽക്കൊള്ളയ്ക്കെതിരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രി ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് കൊടുത്ത ഓരോ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. അത് സത്യത്തിൽ അത്ര ദൂരത്തേക്ക് പണം പിരിക്കാൻ ഈ കമ്പനിക്ക് അവകാശമില്ല. ഈ കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ പണപ്പിരിവിനെ നിയന്ത്രിക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയുമോ? ഇത് ശ്രദ്ധയിൽപ്പെടുക മാത്രമല്ല, ഇതേപ്പറ്റി ഒരു ചർച്ചയും നടക്കുകയുണ്ടായിട്ടുണ്ട്. ടോളിൻ്റെ നിബന്ധനകളും കാര്യങ്ങളുമൊക്കെ കോൺട്രാക്ട് നിയമപ്രകാരം ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പരിധി വിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തടയാവുന്നതാണ്. ഒപ്പുവെച്ച കോൺട്രാക്ട് റദ്ദ് ചെയ്യണമെന്നുള്ള കാര്യം നയപരമായതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. പൊതുവെ ടോളുകൾ ധാരാളം സ്ഥാപിക്കുക എന്ന നിലപാടിനോട് ഈ ഗവൺമെൻറ് നയപരമായി യോജിക്കുന്നില്ല. നിലവിലുള്ളത് എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. ശ്രീ കെ മുരളീധരൻ. കഴക്കൂട്ടം കേശവാസപുരം റോഡ് 4 വരി പാതയാക്കാനുള്ള നിർദ്ദേശം ഗവൺമെൻറ് മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ്? അത് എത്ര നാളുകൊണ്ട് പൂർത്തിയാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? കഴക്കൂട്ടം കേശവദാസൻ റോഡ് 4 വരിയാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച ഇപ്പോൾ നടന്നിട്ടില്ല. അത് പരിശോധിച്ചിട്ട് വേണ്ട തീരുമാനമെടുക്കും. ശ്രീ വി ജോയ്. സാർ, ഈ ദേശീയ പാതാ വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ല ആരംഭിക്കുന്ന കടമ്പാട്ടുകോണം മുതൽ നാവായിക്കുളം വരെ വരുന്ന ഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ഭൂമി എടുക്കാൻ വേണ്ടി ഇപ്പോൾ കല്ലിട്ടിട്ടുള്ളത്. അത് അവിടെ ഒരു പ്രധാനപ്പെട്ട ബാറുണ്ട്. ആ ബാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന ആക്ഷേപം ഉയർന്നു നിൽക്കുകയാണ്. ഇത് കല്ലിടുന്നതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത് കഴക്കൂട്ടത്താണ് സാർ. അദ്ദേഹത്തിന്റെ വീട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊന്ന് അങ്ങ് പരിശോധിക്കുമോ? തീർച്ചയായും ഏതെങ്കിലും തരത്തിൽ നീതി നിഷേധിച്ചുകൊണ്ടുള്ള സ്ഥലമെടുപ്പോ മാനദണ്ഡത്തിന് വിപരീതമായിട്ടുള്ള നിലപാടുകളോ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ പരാതി സമർപ്പിക്കാം. പരാതി ഗൗരവമായി ആലോചിക്കും. നാഷണൽ ഹൈവേ വീതി കൂട്ടുമ്പോൾ എടുക്കേണ്ട സ്ഥലം ഏതാണോ ആ സ്ഥലം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കഴിയുന്നതും 2 ഭാഗത്തുനിന്നും തുല്യമായി തന്നെ എടുക്കണം. ചില വലിയ വളവുകളും തിരിവുകളൊക്കെ നേരെയാക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. കാരണം വളരെ ലാഭകരമായി നടത്തുന്നതിന് വേണ്ടി ഈ കാര്യത്തിൽ 100% നീതിയായി സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാനും നേരത്തെ സി ദിവാകരൻ ചോദിച്ച പ്രശ്നം ഞാൻ വീണ്ടും പറയുകയാണ്, കോമ്പൻസേഷൻ തക്ക സമയത്ത് കൊടുക്കാനും എല്ലാ പരാതികളും കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ജില്ലാടിസ്ഥാനം നടക്കുന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി വളരെ ഉത്തരവാദിത്തോടുകൂടി പരിഹരിക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കാര്യം പൂർണ്ണമായി ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുമെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദേശീയപാത വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വല്ല നടപടികളും ഈ സർക്കാർ വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടുണ്ടോ? സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് മാർക്കറ്റ് വില നൽകി സ്ഥലം ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയും? തീർച്ചയായും നടപടി സ്വീകരിച്ചു വരികയാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി അതിൻ്റെ വില കൊടുക്കും, എല്ലാ പരാതികളും പരിഹരിക്കും എന്നുള്ളതാണ്. ശ്രീ ടി വി രാജേഷ്. സാർ, നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇരുഭാഗങ്ങളിലുമാണ് മിക്കവാറും എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പട്ടണങ്ങളും ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഫ്ലൈ ഓവർ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് കട പൊളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ കാര്യത്തിൽ ഗവൺമെൻറ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുമോ? അതോടൊപ്പം ഈ ജീവിതോപാധികൾ നഷ്ടപ്പെടുന്നവർക്കുള്ള പാക്കേജ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാകുമോ? എല്ലാ സ്ഥലങ്ങളിലും ഫ്ലൈ ഓവർ എന്നുള്ളത് എനിക്ക് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഫ്ലൈ ഓവറുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചിലത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയും പുതിയ ഫ്ലൈ ഓവറുകൾ എവിടെ വേണമെന്നുള്ളത് നമുക്ക് ബന്ധപ്പെട്ട സാങ്കേതിക അധികാരികളുമായി ചർച്ച ചെയ്യാം. ജനപ്രതിനിധികളുടെ അഭിപ്രായം സ്വീകരിക്കാം. അതേപ്പറ്റി എനിക്ക് എല്ലാ സ്ഥലത്തും ഫ്ലൈ ഓവർ എന്നുള്ളത് ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. മറ്റേ കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാക്കേജ് ഉണ്ട്. ഒന്നും ആരോടും പറയാതെ ഇഷ്ടാനുസരണം സ്ഥലമെടുക്കുക, ആളുകൾ പരിഭ്രമിച്ച് നിൽക്കാന്നുള്ള പ്രശ്നമില്ല. ആ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ സ്ഥലമെടുക്കുന്ന അത് ഏകദേശമൊക്കെ തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചേർത്തല മുതൽ കഴക്കൂട്ടം വരെയാണ് തർക്കമുള്ളത്. അതാദ്യം 30 മീറ്ററായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു, VS ഗവൺമെൻറ്. അതവൻ അനുവദിച്ചില്ല. പിന്നെ 60 മീറ്റർ ആവശ്യപ്പെട്ടു. ഒടുവിലത് 45 മീറ്ററായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം. അതിനെ കുറച്ച് ഹിസ്റ്ററി അതിലേക്കൊണ്ട് ഞാൻ സമയത്തിലൊക്കെ കൊണ്ട് കിടക്കുന്നില്ല. ഇപ്പോൾ 45 മീറ്ററാണ്. ആ 45 മീറ്റർ എടുക്കുമ്പോൾ ഭൂമി, കട, സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക്
അർഹമായ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടുള്ള പാക്കേജ് തന്നെയാണ് നിലവിലുള്ളത്. നെഗോഷിയേഷൻ ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ ആലപ്പുഴ പോലുള്ള ജില്ലകൾ ഡിസ്ട്രിക്ട് കളക്ടർ വേണ്ടത്ര ഉത്സാഹപൂർവ്വം നടത്തുന്നില്ല എന്നൊരു പരാതി ഒഴിച്ചാൽ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ നിലപാടുകൾ, ട്രിവാൻഡ്രത്തൊക്കെ നല്ല നിലപാടാണ് കളക്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ അനിൽ അക്കരെ. സാർ, ഈ പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് സാർ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്കൊക്കെ സൗജന്യമായി അവിടെ പാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പാലിയേക്കരയിൽ നിന്നും ആമ്പല്ലൂരിലേക്കും അതുപോലെ പുതുക്കാടിലേക്കും ആകെ 5 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ ഈ സൗജന്യത്തിൽ വരാത്ത ആളുകൾക്ക് 5 കിലോമീറ്റർ ദൂരത്തേക്ക് കടക്കണമെങ്കിൽ 100 രൂപയുടെ പിന്നെ ടോൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ചാൽ പോലും 100 രൂപ കൊടുക്കേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് ഈ 10 കിലോമീറ്ററിനകത്ത് ഏറ്റവും അടുത്ത ജംഗ്ഷനുകളായ ആമ്പല്ലൂരും പുതുക്കാട്ടേക്കും പോകാൻ വേണ്ടി പ്രത്യേകമായി സബ്വേയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കരാറിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ സർക്കാർ തയ്യാറാകും? ഈ പ്രശ്നം അവരെ വിളിച്ചിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നിലവിലുള്ള കരാർ പാലിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നവർ അവകാശപ്പെടുന്നത്. അതിനെപ്പറ്റി ഗവൺമെൻറ് അറിയില്ല. അപ്പോൾ നിലവിലുള്ള കരാർ പൂർണ്ണമായും പാലിക്കുന്നതിന് അവർ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ തന്നെയുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ശ്രീ CK നാണു. സർ, ഈ വളരെ വർഷങ്ങളായി ഇപ്പോൾ വടകര നിയോജകമണ്ഡലത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭൂമി എക്വയർ ചെയ്ത് സർക്കാരിൻ്റെ കയ്യിലാണ്. പക്ഷേ ആവശ്യത്തിന് പണം കൊടുത്തിട്ടില്ല. ആളുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇപ്പോൾ ഈ ഭൂമി 45 മീറ്ററിൻ്റെ പേരിൽ ഇവിടെ പലപ്പോഴായി ചർച്ച നടന്നു. ആ ചർച്ചകൾ നടന്നതിൻ്റെ ഒരു ചർച്ച നടത്തുക, അത് ഫലപ്രദമായി എത്ര ഉറുപ്പ്യ കൊടുക്കുന്നു അതിൻ്റെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അതിന് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നു. അവിടെ മോരാട്ടുപാലം ബഹുമാനപ്പെട്ട ബഡ്ജറ്റിൽ വന്നിരിക്കുകയാണ്. അവിടെ 2 പാലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് സോയിൽ ടെസ്റ്റ് നടന്നു, ചെറിയ പാലം. ഇതാ ഉടനെ നടക്കാൻ പോകുന്നു, അവിടെ ഇല്ല. അപ്പോൾ ഗവൺമെൻറ് വന്ന് സോയിൽ ടെസ്റ്റ് നടത്തി പണി നടക്കാഞ്ഞാൽ സ്വാഭാവികമായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ചർച്ച. ഞാനിത് പറയുന്നത്, ഒന്ന് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഫ്ലൈ ഓവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചർച്ചകൾ നടന്ന അവസരത്തിൽ ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിൽ നടത്താൻ സാധിക്കുമോ അതിനെ സംബന്ധിച്ച് പരിശോധന. ഫ്ലൈ ഓവർ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. 45 മീറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ അടിയന്തരമായി എന്തൊക്കെയാണ് നൽകാൻ പോകുന്നത് ഇത് ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭങ്ങളിലേക്ക് വരുന്നത്. ഒന്നുകിൽ ഈ ഫ്ലൈ ഓവർ ആണെങ്കിൽ ഫ്ലൈ ഓവർ, കുറേ വടകരയിലെ പല ഭാഗത്തും അനേകം കടകളുണ്ട്. ആ ഫ്ലൈ ഓവർ ഏറ്റെടുക്കുന്ന ആ കടകൾ കാശ് കൊടുത്ത് എടുക്കുന്നതോ ഫ്ലൈ ഓവർ വരുന്നതാണോ ലാഭം, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുത്താൽ ജനങ്ങൾ അതുമായി സഹകരിക്കും. അല്ലാതെ ഒരു ജനങ്ങൾക്കൊരു പരിഭ്രാന്തിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യം അതാണ്. അതിന് അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി സന്നദ്ധമാകണം. കോഴിക്കോട് ഭാഗത്തൊക്കെ ഡിസ്ട്രിക്ട് കളക്ടർ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. വിഴമ്പള്ളി സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പോയി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന് വില കൊടുത്ത് ഈ ഭൂമി ഇങ്ങനെ ബൗണ്ടറി തിരിച്ചിട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വില കൊടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ വില കൊടുക്കാൻ പോകുന്നത് ഇനിയാണ്. അത് നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ഈ സമയത്താണ്. അപ്പോൾ പരാതിയുള്ളവർക്ക് ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൊടുക്കാം, അവിടെ പരിഹരിക്കുന്നവർ ഇവിടെ കൊടുക്കാം. എല്ലാ പരാതികളും സത്വരമായി പരിഹരിക്കും. സ്ഥലം ഏറ്റെടുത്തിട്ടു എന്ന് പറയും, പൈസ കൊടുത്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ എടുത്തിട്ടുള്ളത് നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി ആ പ്രോജക്റ്റ്. അതെ അതെ അത് ശരിയാണ്. അത് ശരിയാണ്. നാഷണൽ ഹൈവേയിൽ വന്ന പ്രശ്നം അതാണ്. 50 വർഷക്കാലം മുമ്പ് തന്നെ 30 മീറ്റർ എടുത്തിട്ടിരിക്കുകയാണ്. അത് അന്ന് നിർമ്മിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് അന്ന് തന്നെ എടുക്കാമല്ലോ. ഇപ്പം എല്ലാ ഭാഗത്തും ഇതുണ്ട്. അപ്പം അതിന് വില കൊടുക്കാറായിട്ടില്ല. ഇപ്പോൾ ഇവിടെ മുൻ മറുപടി പറഞ്ഞത് ബഹുമാനപ്പെട്ട നാണേട്ടനോട് ഞാൻ പറയുകയാണ്, ആ സ്ഥലത്ത് എന്താണോ വില അതിൻ്റെ 2 മടങ്ങ് മുതൽ 4 മടങ്ങ് വരെ വില കൊടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ആ എടുക്കുന്ന സ്ഥലത്തിന് വില സെറ്റിൽ ചെയ്യാവുന്നതാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പോൾ അതിനാണ് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ശ്രീ VD സതീശൻ. സാർ, ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ഥലമെടുപ്പിന് ഒരു പൊതുമാനദണ്ഡം സ്വീകരിക്കാൻ കഴിയില്ല എല്ലാ ജില്ലകളിലും. 35 വർഷം മുമ്പാണ് എടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെയുള്ള സ്ഥലം ഏറ്റെടുത്തിരുന്നത്, ഫ്രീസ് ചെയ്തിരുന്നത്. ഭൂമി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ആർക്കും. 2005 അവർക്ക് 1 സെന്റിന് ഏറ്റവും കൂടുതൽ കിട്ടിയ തുക 23,000 രൂപയാണ്. 10 സെന്റ് സ്ഥലം എടുത്താൽ പോലും 1 സെന്റ് ഭൂമി പോലും വാങ്ങിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്.
ഒരുപാട് ആളുകൾ ചേരിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സംഭവമാണ്. അവർ വീണ്ടും കടം മേടിച്ച് ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്ത് വീണ്ടും വീടുകൾ വെച്ചപ്പോൾ വീണ്ടും അത് എടുക്കാൻ പോവുകയാണ്. സാർ, ഇതിനെല്ലാം ഒരു പ്രത്യേകമായ സമീപനം വേണം. എല്ലാ സ്ഥലങ്ങളിലും ജില്ലാ കളക്ടർമാരെ ഏൽപ്പിച്ച് ഒരു യാന്ത്രികമായി ഒരു ടെക്സ്റ്റ് ബുക്ക് രീതിയിൽ ഇത് അക്യൂർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടാവും. ചില പ്രത്യേകമായി കൈകാര്യം ചെയ്യേണ്ട കേസുകൾ ഗവൺമെൻറ് നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. കളക്ടർമാരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാനേ കഴിയില്ല. അവർ വഴി മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. കാരണം റവന്യൂവിൻ്റെ ജില്ലയിലെ ഹയസ്റ്റ് അതോറിറ്റിയാണ്. മന്ത്രിമാർക്കൊന്നും പോയി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങ് ഉദ്ദേശിച്ച കാര്യം കൃത്യമായി ഇത് ചെയ്യാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിലപാടുകൾ എടുത്തു വരികയാണ്. മിക്ക കളക്ടർമാരും സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ തുല്യ വിലയല്ല കിട്ടുക. ഭൂമിയുടെ അവിടുത്തെ വിലയുടെ 2 മടങ്ങോ 4 മടങ്ങോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനം സർവകക്ഷി യോഗം എടുത്തതാണ്. ഇനി അതിൽ നമുക്ക് പുറന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ എതിർപ്പും കാര്യങ്ങളും വിലയുടെ കാര്യത്തിലാണ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ സ്ഥാപന അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ മാറ്റിയെടുക്കുന്ന അതൊക്കെ നമുക്ക് കുറച്ച് ദേവാലയങ്ങളുടെയൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അതൊക്കെ അവരുമായിട്ട് സംസാരിച്ച് ദേവാലയങ്ങൾ തന്നെ അതുപോലെ വെച്ചു കൊടുക്കാനാണ് അവർ പറയുന്ന സ്ഥലത്ത്. അതിൻ്റെ പൂർണ്ണമായ ചെലവ് ഈ അതോറിറ്റി വഹിക്കുമെന്നത് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. നടപ്പിലാക്കുന്നതിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് അതിനാവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഫയലുകൾ വരുത്തി MLA വിളിച്ച് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകും. ശ്രീ KV അബ്ദുൽ ഖാദർ. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമെന്ന് പറയുകയുണ്ടായി. ഒരു പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രസക്തമാണ്. ഇന്ന് സ്ഥലമെടുക്കുന്നത് 1922 ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ചാണ്. പലയിടത്തും ന്യായമായ വില കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു റിഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രഖ്യാപിക്കേണ്ടായില്ല. സംസ്ഥാന ഗവൺമെൻറ് ഈ നടപടികളിൽ കടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞ പോലെ ഒരു പുനരധിവാസ പദ്ധതി മുൻകൂറായി പ്രഖ്യാപിച്ച് ഇത് ഏറ്റെടുക്കാൻ നിലപാട് സ്വീകരിക്കുമോ? വിലയെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ കടകൾ വീടുകളൊക്കെ പോകുന്നവർക്ക് പണം വേണ്ട, അവർക്ക് അതുപോലെയുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് വീട് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവരുന്നയിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താണ് പരിഹരിക്കുന്നത്. മൊത്തത്തിൽ വിലയുടെ കാര്യം നാഷണൽ ഹൈവേ അതോറിറ്റി ഏതാണ്ട് ലിബറൽ 2 മടങ്ങ് മുതൽ 4 മടങ്ങ് വരെ എന്ന് പറഞ്ഞു. അതിനൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. 2 ഭാഗത്തും ഒരുപോലെ എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ആവശ്യം. അത് വലിയ ഡീവിയേഷൻ ഇല്ലാത്ത സ്ഥലത്തല്ല അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഒരു ശാസ്ത്രീയമായ രൂപകൽപ്പനയിൽ ഒരു ഡീവിയേഷൻ ഉള്ളിടത്ത് പിന്നെ വളരെ വിദൂരമായിട്ട് വളഞ്ഞു വരണോ അത് എന്തായാലും കഴിയില്ല. അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മാലിന്യങ്ങളുടെ സുരക്ഷിതമായ നിർമ്മാർജ്ജനം ഒരു പരിസ്ഥിതി പ്രശ്നമായ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിശ്ചിത അളവ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരപരിധിയുടെ 50 കിലോമീറ്റർ ചുറ്റളവിനകത്ത് വരുന്ന റോഡുകളുടെ റീസർഫസിങ്ങിൽ ഉപയോഗിക്കുന്ന ബിറ്റുമിനസ് ഹോട്ട് മിക്സിൽ ചേർക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. 9/11/2015 കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെയും നാലാമത്തെയും പിരിവ് ശുദ്ധീകരിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് സംസ്ഥാനത്ത് 8 ജില്ലകളിലായി 18 റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ലിസ്റ്റ് അനുബന്ധമായി ചേർത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട മെമ്പർമാർക്ക് നോക്കാവുന്നതാണ്. ശുദ്ധീകരിച്ച പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് ഉപരിതലം നിർമ്മിച്ചിട്ടുള്ള റോഡുകൾ താരതമ്യേന വിജയകരമാണെന്നാണ് 5 വർഷക്കാലത്തിന് ശേഷം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വർഷം 100 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡുകളുടെ ഉപരിതലം ശുദ്ധീകരിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് പുതുക്കുവാൻ ഉദ്ദേശിക്കുന്നു. ആവശ്യമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ ശരിയായി വരികയാണെങ്കിൽ അതിൽ കൂടുതൽ ദൂരവും പരിഗണിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ശ്രീ CF തോമസ്. സാർ, ഇപ്പോഴത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മാലിന്യ പ്രശ്നം എല്ലാവരും ഗൗരവത്തോടെ ചിന്തിക്കുന്ന പ്രശ്നമാണ്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ട് ഇത് പൊതുമരാമത്ത് വകുപ്പ് ഈ കാര്യത്തിൽ നേതൃത്വം കൊടുക്കുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റൂടെ ചേർത്തുള്ള മിശ്രണം ഉപയോഗിച്ച് റോഡിൻ്റെ സർഫസ് ടാറിങ് നടത്തുന്നുണ്ട്. അത് മെച്ചപ്പെട്ട നിലവാരം ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ PWDക്ക് ഗുണകരമാണ്. റോഡ് കുറച്ചുകൂടെ നീണ്ടു നിൽക്കും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരിസ്ഥിതി, പിന്നെ അതുപോലെ തന്നെ ആരോഗ്യരംഗം. ഈ മേഖലകളിലൊക്കെ നമ്മുടെ ഭീഷണിയായിട്ട് വന്നിരിക്കുന്ന പ്ലാസ്റ്റിക് അതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഏറ്റവും പറ്റിയൊരു പദ്ധതി എന്നുള്ള നിലയിൽ അങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തന്നെ ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് അങ്ങ് പറഞ്ഞല്ലോ കൂടുതൽ ഫണ്ട് കിട്ടുകയാണെങ്കിൽ കൂടുതൽ ചെയ്യുന്നു.
ഇതൊരു വലിയ വിഷയമായിട്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പറ്റിയൊരു മാർഗമായി കണ്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കും. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ആ കാര്യത്തിൽ ന്യായമായ ഒരു തീരുമാനമെടുക്കുന്നതാണ്. ഈ വർഷം 100 കിലോമീറ്ററെങ്കിലും മിനിമം നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ കയർ, ജിയോ ടെക്സ്റ്റൈൽ, റബ്ബർ ഇതെല്ലാം ഉപയോഗിച്ച് വൈവിധ്യമാർന്ന നിർമ്മാണ രീതികൾ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഒരു സാങ്കേതികമായ ഒരു വർക്ക്ഷോപ്പ് തന്നെ ഈ മാസം 28-ാം തീയതി ഇതിൻ്റെ വിദഗ്ധന്മാരെ വിളിച്ച് തിരുവനന്തപുരത്ത് ചെയ്യുന്നുണ്ട്. ഇത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അദ്ദേഹം വളരെ സവിശേഷമായ താല്പര്യം ഇക്കാര്യത്തിൽ ആദ്യം മുതൽ എടുക്കുന്നുണ്ട്. ആ യോഗം കൂടുന്ന കാര്യവും അതുകൊണ്ട് ആലോചിച്ച് പരിഗണിക്കുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നല്ല സഹകരണം വേണ്ടിവരും. ക്ലീൻ കേരള, നമ്മുടെ അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ രംഗത്ത് കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ ഈ വിഷയത്തിൽ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുത്താൽ മാത്രമേ ഇത് കളക്ട് ചെയ്ത് ക്ലീൻ കേരള മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആവശ്യമായ പ്ലാസ്റ്റിക് വേസ്റ്റ് പൊതുമരാമത്ത് വകുപ്പിനെ ആണ് ഏൽപ്പിക്കേണ്ടതെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ക്ലീൻ കേരള മിഷൻ്റെ ആ പ്രവർത്തനം, ആ കമ്പനി, ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതാക്കാൻ, നമ്മുടെ മാലിന്യരംഗത്തെ പ്രശ്നം പരിഹരിക്കാൻ അങ്ങുകൂടി പൊതുമരാമത്ത് വകുപ്പ് കൂടി ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ദേശീയപാത വിഷയം 2 വർഷത്തിനുള്ളിൽ പരിഹരിക്കും. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുക.